CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിനോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പാർട്ടി ചർച്ച ചെയ്യും മുമ്പേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനെ തുടർന്നാണ് വിശദീകരണം തേടിയത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെയാണ് ജില്ലാ സെക്രട്ടറി സൂചന നൽകിയത്. വിവരങ്ങളുമായി ഗോകുൽ കെ രമേശ് ചേരുകയാണ്. ഗോകുൽ, പറയൂ. ശ്യാം, അതായത് ഇന്ന് രാവിലെയാണ് ഈ രാജു എബ്രഹാം മാധ്യമങ്ങളിലൂടെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് ആറന്മുളയിൽ വീണ ജോർജും ഒപ്പം കോന്നിയിൽ ജനീഷ് കുമാറും തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ളതെന്നും അവർക്ക് തന്നെയാണ് സാധ്യത കൂടുതലെന്നും എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. അതിലാണിപ്പോൾ സംസ്ഥാന നേതൃത്വം വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ പാർട്ടി തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് രാജു എബ്രഹാം നടത്തിയത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന നേതൃത്വം വിശദീകരണമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇമെയിൽ മുഖാന്തരമാണ് രാജു എബ്രഹാമിനോട് പാർട്ടി നേതൃത്വം വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്, എവിടെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുള്ള പരാമർശങ്ങൾ ഈ ഇമെയിലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വീണ ജോർജ് അടക്കമുള്ള നേതാക്കൾക്കെതിരായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിഭാഗീയത, പ്രത്യേകിച്ച് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും നേതാക്കളും പോലും വീണ ജോർജിനെ എതിർത്ത് സംസാരിക്കുന്ന നിലപാട് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീണയുടെ പ്രവർത്തനങ്ങൾ പാർട്ടിക്ക് വലിയ മോശം സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതൊന്നും പരിഗണിക്കാതെ, ഒരു ചർച്ചയും കൂടാതെ ആറന്മുളയിൽ വീണ ജോർജ് തന്നെ തുടർന്ന് മത്സരിക്കും എന്ന് പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചതിന്റെ ഉദ്ദേശം എന്ത് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം സംസ്ഥാന നേതൃത്വം എന്തായാലും ഇപ്പോൾ രാജു എബ്രഹാമിനോട് ചോദിച്ചിരിക്കുന്നത്.